ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു ഓൺ പ്രൊഡക്റ്റായ ഹോപ്പ് ടോപ്പ് സ്റ്റൗ പർച്ചേസ് ചെയ്തിരുന്നു. അതിന് കുറച്ച് ഫീച്ചേഴ്സും ഉണ്ട്, എന്ന് വെച്ചാൽ ഡിഫക്ട്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഈ ഹോപ്പ് ടോപ്പ് സ്റ്റൗ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കേട്ട് നോക്കൂ കേട്ടോ. ഇതിൻ്റെ ആദ്യം എനിക്ക് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അത് പർച്ചേസ് ചെയ്തത്. ഇതിൽ കുറച്ച് നെഗറ്റീവ് റിവ്യൂ ഞാൻ കണ്ടായിരുന്നു, പക്ഷേ എനിക്കിത് കാണാനൊക്കെ നല്ലൊരു സ്ലീക്ക് ആൻഡ് പ്രീമിയം ലുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. പിന്നെ 3 ബർണർ ഉള്ളതാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഇത് ഹോപ്പ് ടോപ്പ് സ്റ്റൗ ആണ്. നമുക്ക് ഗ്രാനൈറ്റൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെക്കേണ്ടതാണ്, പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് കൗണ്ടർ ടോപ്പിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഓട്ടോ ഇഗ്നിഷൻ ഫീച്ചേഴ്സ് ഉള്ളതാണ്. നമുക്ക് ഗ്യാസ് ലൈറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ഡിഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മിഡിലായിട്ടുള്ള ബർണറിന് സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു ബർണർ ശരിക്കും കത്തുന്നില്ല. 2-3 വട്ടം നമുക്ക് റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ അത് കത്തുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ 1-2 ഡിഫക്ട്സ് ഉണ്ട്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ റിട്ടേൺ ഒന്നും കൊടുത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇത് റിട്ടേൺ കൊടുത്തിട്ട് ഇത് തിരിച്ച് വരുമ്പോഴേക്കും എനിക്കിവിടെ നിന്ന് തിരിച്ച് പോകേണ്ട സമയമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. എന്തായാലും സ്ക്രാച്ചും ഇതൊക്കെ എന്തായാലും കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തില്ല. അപ്പോൾ എനിക്കിതിൻ്റെ മോഡലും ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് ഗ്ലാസ് സ്റ്റൗ ആണ്. അപ്പോൾ ഒരു ചേഞ്ച് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഹോപ്പ് ടോപ്പ് സ്റ്റൗ പർച്ചേസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 5130 ആണ്. പിന്നെ 1 ഇയർ വാറൻറ്റിയും ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ സ്റ്റൗ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാനിത് സജസ്റ്റ് ചെയ്യില്ല കേട്ടോ.